എൻ്റെ പേര് ഫീന സിജോ. ഞാൻ വരുന്നത് ദുബായിൽ നിന്നാണ്. നാട്ടിൽ ഞങ്ങളുടെ സ്ഥലം കാഞ്ഞൂരാണ്. ഞാൻ 2022 ഓഗസ്റ്റ് മാസത്തിലാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ അറിഞ്ഞത് യൂട്യൂബിൽ കൂടെയാണ്. അപ്പോൾ ഇവിടെ നാട്ടിൽ വന്ന സമയത്താണ് ഞങ്ങളിങ്ങനെ വന്നിട്ട് ഇവിടെ ഞാനും ഹസ്ബൻഡും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നിട്ടാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. 6 നിയോഗങ്ങൾ ഇതുപോലെ ഞാൻ എഴുതി വെച്ചു. ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞൊരു 5 മാസം കഴിഞ്ഞപ്പോൾ എനിക്കവിടെ നല്ല ജോലിയായിരുന്നു. ആ ഒരു ജോലി കുറച്ചൊരു ഇൻറ്റേർണൽ പൊളിറ്റിക്സിൻ്റെ പേരിൽ എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ സമയമായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ നാട്ടിലേക്ക് ഞാൻ മാത്രമായിട്ട് പോരാം. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് പോന്നു. ഞാനിവിടെ നിന്നു. കുറച്ച് നാൾ നിന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് നാട്ടിലങ്ങനെ നിൽക്കാൻ അത്ര നല്ലൊരു സാഹചര്യമല്ല. അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്, വിസയുണ്ട്. അപ്പോൾ അത് തിരിച്ചു പോവാമെന്നുള്ള രീതിയിലേക്ക് മാറി. അപ്പോൾ എൻ്റെ അമ്മച്ചിയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അവിടെ ചെല്ലുമ്പോൾ നിനക്ക് നല്ലൊരു ജോലി കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഞാനൊരു 6 വർഷത്തോളമായിട്ട് ദുബായിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാനൊരു നേഴ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൽ എനിക്കൊരു ജോലി കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു ചെന്നു. മോളെ സ്കൂളിൽ വീണ്ടും ചേർത്തു. ജോലിക്കായിട്ടുള്ള അന്വേഷണങ്ങൾ തുടങ്ങി. ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒത്തിരി ഇൻ്റർവ്യൂസിൻ്റെ കോൾസ് വന്നു. അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാലറി പോലും എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ അവർ ഓഫർ ചെയ്യുന്നില്ലായിരുന്നു. എനിക്ക് കിട്ടിയ സാലറിയാണ് ഞാൻ അവരോട് ചോദിക്കുന്നതെങ്കിൽ പോലും എല്ലാവരുടെ ഒരു ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള നമുക്കൊരു റിപ്ലൈ അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടിയത് അത് കുറച്ച് കൂടുതലാണ് എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ഒരു 3-4 ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഇനി ഇത് എൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ മെറിറ്റിൽ ഇത് എനിക്ക് കിട്ടില്ല എന്നുള്ളത്. കാരണം 100% ഞാൻ ഉറപ്പിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഉടമ്പടി എടുത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം എന്തുകൊണ്ട് എനിക്ക് പ്രാർത്ഥിച്ചത് മേടിച്ചുകൂടാ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഉടമ്പടി വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന എത്തിക്കും. അതുപോലെ ബൈബിള് കറക്റ്റായിട്ട് അരമണിക്കൂർ എന്നുള്ളത് 1 മണിക്കൂറാവും ചിലപ്പോൾ. അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഞാൻ ഉടമ്പടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അച്ഛൻ്റെ ധ്യാനം കൂടാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഞാനൊരു ഡേറ്റ് ഇടാം. ഒരു ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ഞാൻ ജൂലൈ 10 എന്നുള്ള ഡേറ്റ് ഒന്നും കണ്ടിട്ടല്ലെങ്കിലും ഞാനത് മനസ്സിൽ മാതാവിൻ്റെ അടുത്ത് വെച്ചു. ആ CV ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഈ എൻ്റെ CV ഞാൻ ഒരു മനുഷ്യന് പോലും കൊടുക്കില്ല. ഇത് അമ്മ തന്നെ എവിടെയെങ്കിലും എത്തിക്കണം. എനിക്കൊരു ജോലി തരണം ഇവിടെ. അത്രയും മാത്രം ഞാൻ പറഞ്ഞു. ഒരു ഡേറ്റ് ഞാൻ ഇട്ടു. 8-ാം തീയതി കഴിഞ്ഞു, 9-ാം തീയതി കഴിഞ്ഞു, ഒന്നും നടന്നില്ല. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ 10-ാം തീയതി എന്നുള്ളൊരു ഡേറ്റാണല്ലോ ഞാൻ ഇട്ടത്, ഇനി ഞാനത് മാറ്റേണ്ടി വരുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ എൻ്റെ ഒരു CV കൊടുത്തിരുന്നു. ആ CV അദ്ദേഹം എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അപ്പച്ചൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു. അപ്പച്ചൻ അവൾക്ക് അയച്ചു കൊടുത്തിരുന്നു. ആ കൊച്ചൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഈ കുട്ടിയുടെ കയ്യിൽ CV കിട്ടുകയും ഈ കുട്ടി അവിടെ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ ചിലപ്പോൾ അവിടെ നിന്ന് വിളിക്കുമായിരിക്കും ഇൻ്റർവ്യൂവിനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരിക്കലും വിളിക്കില്ല. കാരണം അത് നമുക്ക് ദുബായിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്താൽ പോലും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമുക്ക് ജോലി ചെയ്യാൻ കയറാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ കിട്ടില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. 10-ാം തീയതി ഞാൻ ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കോള് വന്നു. അപ്പോൾ ഞാൻ കോൾ അറ്റൻഡ് ചെയ്ത് ഞാൻ അവരോട് ചോദിച്ചു, ആരാ, ഏത് ഹോസ്പിറ്റലിൽ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇന്ന ഹോസ്പിറ്റലിൽ നിന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവരൊരു ഡേറ്റ് തന്നു. ആ ഇൻ്റർവ്യൂവിന് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ പോകാനായിട്ട് റെഡിയായി. അപ്പോൾ ഞങ്ങൾ ഷാർജയിലാണ് താമസിച്ചിരുന്ന ആ സമയത്ത്. ഈ ഹോസ്പിറ്റലുള്ള സ്ഥലം അലൈനാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടേക്ക് ഒരു 3 മണിക്കൂർ ട്രാവൽ ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇട്ടിട്ടാണ് പോണത്. അപ്പോൾ ഞങ്ങൾ എവിടെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇട്ട് പോയാലും അത് അഡ്ഡാർ ഫെയിലായിരിക്കും. ഞങ്ങളവിടെ എത്തില്ല. വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും നമ്മളവിടെ എത്തുന്നത്. പിന്നെ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ ഈ കറക്റ്റ് സ്ഥലത്ത് നമ്മൾ എത്താറുള്ളൂ. പക്ഷേ ആ ഇൻ്റർവ്യൂവിന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ ഉടമ്പടിത്തൈയിൽ ഈ കാറുമ്മ കുരിശ് വരച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നാമത്തേൽ നമുക്ക് അറിയാൻ പാടാത്ത വഴി, ഈ സ്ഥലം വലിയ പരിചയമില്ല, എന്തായാലും ഈ വണ്ടി അവിടെ എത്തിക്കണം എന്ന് പറഞ്ഞു. കറക്റ്റായിട്ട് അന്ന് ആദ്യമായിട്ട് ഈ ഗൂഗിൾ മാപ്പ് ലൊക്കേഷനിൽ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ കറക്റ്റായിട്ട് എത്തി. അങ്ങനെ ഇൻ്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ളൊരു 2-3 പിള്ളേരുണ്ടായിരുന്നു. ഞാൻ ഇൻ്റർവ്യൂവിന് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ നേഴ്സ് മാനേജറും 2 ലേബർ റൂമിലെ OB-യിലെ നേഴ്സ് മാനേജർമാരാണ് അവിടെ ഇരിക്കുന്നത്.
അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ വരാൻ വഴിയില്ല, കാരണം ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് എന്ന് പറഞ്ഞു. അല്ല, ഞാൻ നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് സാക്ഷ്യങ്ങളിൽ ഒത്തിരി കേട്ടിട്ടുണ്ട്, മാതാവ് നമുക്കതൊരു അടയാളം കാണിച്ചു തരുന്നതാണെന്നുള്ളത്. അങ്ങനെ അവർ 5 ക്വസ്റ്റ്യനാണ് എന്നോട് ചോദിച്ചോളൂ. 5ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, 6ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറും കൂടി നീ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഒരക്ഷരം ഞാൻ മിണ്ടിയില്ല. അവിടെ ഇരുന്ന് HR എൻ്റെ അടുത്ത് പറഞ്ഞു, മെയിൽ ചെക്ക് ചെയ്യണം, ഞങ്ങൾ മെയിൽ അയക്കൂട്ടോ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോന്നു. ഇത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി തുടങ്ങണ അന്ന് 19-ാം തീയതി എനിക്ക് അവരുടെ ഓഫർ ലെറ്റർ കിട്ടി. അതായത് ഞാൻ ചോദിച്ചത് എനിക്ക് ഉണ്ടായിരുന്ന സാലറീനേക്കാളും ഇരട്ടി സാലറിയോട് കൂടിയിട്ടുള്ള ഒരു ഗവൺമെൻറ് ജോലിയാണ് അത് കിട്ടിയത്. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇത് ഒത്തിരി സമയം എടുക്കുന്ന പ്രോസസ്സിംഗ് ആണ് ഇവരുടേത്, അതായത് 1.5 വർഷമൊക്കെ ആകുമ്പോഴാണ് ചേച്ചി നമുക്ക് ചിലപ്പോൾ കയറാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അവരൊക്കെ അവിടെ ജോലി ചെയ്യുന്ന കുട്ടികളായതുകൊണ്ട് അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ മാത്രമാണ് അന്ന് ജോലി ഇല്ലാതെ ഇരുന്നിട്ട് ജോലി അന്വേഷിക്കുന്ന ആൾ. അപ്പം ഞാനത് മാതാവിൻ്റെ അടുത്ത് പറയാണ്, കാരണം എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിളിച്ച റെസ്പോണ്ട് ചെയ്യില്ല, നമ്മുടെ മെയിലിന് റിപ്ലൈ ചെയ്യില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ ഓരോ ഡേറ്റിലും ഞാൻ കറക്റ്റായിട്ട് ഡേറ്റ് ഇട്ടിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ഓരോ ഡേറ്റിലും എൻ്റെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടക്കാൻ തുടങ്ങി. ഒരു ദിവസം അവരുടെ ഭാഗത്തുനിന്ന് എനിക്കൊരു റിപ്ലൈ കിട്ടാനില്ല. അപ്പോൾ എൻ്റെ ഒത്തിരി ഡ്രസ്സ് ഞങ്ങൾ വീടൊന്ന് ക്ലീൻ ചെയ്തപ്പോൾ ഒത്തിരി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഇവിടെ കൊണ്ടിടാനായിട്ട്. അപ്പോൾ 2-3 പ്രാവശ്യം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അത് ഇടാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഞാനൊരു ദിവസം അങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ ഇവരെ ഇങ്ങനെ ഈ ഹോസ്പിറ്റലിലേക്ക് ഒത്തിരി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഈ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുകയാണ്, നീ ഈ ബാഗ് കൊണ്ടുപോയിട്ട് അവിടെ വെക്കിന്ന്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കണം, എനിക്ക് തീരെ വയ്യന്ന്, ഞാനൊന്ന് കിടക്കാൻ പോകണം, എനിക്ക് വയ്യല്ലോ. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, അന്ന് ഞാനതവിടെ കൊണ്ടുവച്ചേക്കാമെന്ന് വിചാരിച്ചു. ആ ഇറങ്ങുമ്പോഴും ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആരും എടുക്കുന്നില്ല. ഇത് കഴിഞ്ഞ് കറക്റ്റ് ഞാൻ ഈ ക്യാരി ബാഗ് കൊണ്ടുപോയിട്ട് അവിടെ ഇടാനായിട്ട് ചെന്ന് അത് തുറക്കണ സമയത്ത് അവരെന്നെ വിളിച്ചിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ ഒന്നുകിൽ അയച്ചേക്കുന്ന ഡോക്യുമെൻറ്റ്സിൽ ഇന്നൊരു ഡോക്യുമെൻ്റ് കുറവാണ്, അത് എത്രയും വേഗം അപ്ലോഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡേറ്റുകൾ ഇട്ടതിൽ എല്ലാ കാര്യങ്ങളും നടന്നു. കറക്റ്റ് ആ ഉടമ്പടി തീരണേൻ്റെ തലേ ദിവസം, അതായത് ഒക്ടോബർ 18-ാം തീയതി അവരുടെ മെയിൽ എനിക്ക് കിട്ടി, വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട്. പക്ഷേ എൻ്റെ കൂടെയുള്ള സ്റ്റാഫ്മാരാരും ഇതുവരെ അവിടെ ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി എവിടെയാണ് പ്രാർത്ഥിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കാര്യം കൂടി പറയണം ചേച്ചി എന്ന് പറഞ്ഞു. അതായത് അങ്ങനെ വ്യക്തമായിട്ട് അത് മാതാവ് എനിക്ക് നടത്തി തന്നു. ഇത് കഴിഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഈ ജോലിയിൽ കയറി. ഞാൻ ജോലിക്ക് കയറി കഴിഞ്ഞപ്പോൾ അത് വലിയൊരു ഹോസ്പിറ്റലായതുകൊണ്ട് എല്ലാം കൊണ്ടും നമുക്കൊരു പ്രിസെപ്റ്ററിനെ നമ്മുടെ കൂടെ അവരിടും, നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു 8 ഡ്യൂട്ടി കഴിഞ്ഞ് 9ാമത്തെ ഡ്യൂട്ടിയുടെ അന്ന് എൻ്റെ നേഴ്സ് മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പെർഫോമൻസ് വളരെ മോശമാണെന്നാണ് നിങ്ങളുടെ പ്രിസെപ്റ്ററിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയ ഒരു റിപ്ലൈ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞു. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനും ഹസ്ബൻഡും പിള്ളേരൊക്കെ അലയിലേക്ക് മാറിയൊരു സമയമാണ്. വീണ്ടും ഞങ്ങൾക്ക് തിരിച്ചു പോകൽ നടക്കില്ല, ഈ ഒരു ജോലി അന്വേഷിച്ച് വീണ്ടും കണ്ടുപിടിക്കലും നടക്കില്ല. ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മയാണ് ഈ ജോലി എനിക്ക് തന്നത് എന്നുണ്ടെങ്കിൽ അമ്മ എന്നെ ഇവിടെ നിർത്തണം, അതല്ല എന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോക്കോളാം എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ശനി ഞായറും ഞാൻ പ്രാർത്ഥിച്ചു. ഇത് കഴിഞ്ഞ് ഞായറാഴ്ച രാത്രി ഞങ്ങൾ പ്രാർത്ഥന എത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വളരെയധികം ഭയങ്കര ഒരു സ്മെല്ല് എനിക്ക് കിട്ടാണ്. ഞങ്ങളുടെ അലൈൻ ഭാഗത്ത് ഞങ്ങൾ താമസിക്കുന്നത് വില്ലയിലാണ്, നമ്മുടെ ഗ്രാമപ്രദേശം പോലെയുള്ള ഒരു സ്ഥലമാണ്. ഒരു മനുഷ്യൻ പോലും അവിടെ ഒരു 7 മണി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാറില്ല. അപ്പോൾ ഞങ്ങളുടെ ഗേറ്റ് തുടങ്ങി ഞങ്ങളുടെ പ്രാർത്ഥന എത്തിക്കുന്ന റൂം മുഴുവനും വരെ ഭയങ്കര ഒരു നല്ലൊരു സ്മെല്ലാണ്. അത് പറഞ്ഞ് എനിക്കറിയാൻ പാടില്ല. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും മോളോടും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നല്ല മണം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഈ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞ് ഇനി നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും പറഞ്ഞു, നീ അവരെ തിരിച്ചു പോയി കണ്ടിട്ട് കാര്യമില്ല, അവർ നിന്നെ വീണ്ടും എടുക്കില്ല. കാരണം അവരത്രയും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. 30 വർഷത്തോളമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് അവർ ഒരിക്കലും നിന്നെ തിരിച്ചെടുക്കില്ല, ഞാൻ നിന്നോട് പോകാൻ പോലും പറയില്ല എന്ന് പറഞ്ഞു എൻ്റെ കൂടെയുള്ളവർ. വീണ്ടും ഞാൻ ഇവരെ കാണാനായിട്ട് തിങ്കളാഴ്ച രാവിലെ ചെന്നപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോയിൻമെൻ്റ് എടുക്കണം എന്ന് പറഞ്ഞു.
അപ്പോൾ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഉപ്പുണ്ടായിരുന്നു. ഞാൻ ആ ഉപ്പ് താഴേക്ക് ഇട്ടു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും നീ ഇവിടെ വരെ വന്നതല്ലേ, നീ ഇരിക്ക്, നിനക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഞാൻ 8 ഡ്യൂട്ടിയല്ലേ ഇവിടെ എടുത്തിട്ടുള്ളൂ, എനിക്ക് കുറച്ചും കൂടി സമയം തരണം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, സമയം തരാൻ പറ്റില്ല, കാരണം 0-ൽ നിന്ന് ഒരാൾ 100 വരെ എത്തണമെന്നുണ്ടെങ്കിൽ അതിന് ഒത്തിരി സമയം എടുക്കും. പക്ഷെ അത്രയും സമയം എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് അത് എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, പക്ഷേ ഞാൻ ഒരു ഹോപ്പ് നിനക്ക് തരില്ല, നീ വീട്ടിലേക്ക് പൊക്കോ, എൻ്റെ ബോസിനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് മാത്രം അവരെൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ വിചാരിച്ചു മാതാവിൻ്റെ ഉപ്പാണ് ഞാൻ അവിടെ ഇട്ടത്. അച്ഛൻ നമ്മുടെ ധ്യാനത്തിൽ പറയണോണം, ഇവിടെ ഇനി പിശാചും അല്ല ഭരിക്കേണ്ടത്, മനുഷ്യനും അല്ല ഭരിക്കേണ്ടത്, ഇനി ഇവിടെ നിൻ്റെ ഭരണമാണ് വരേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഉപ്പ് അവിടെ വിതറേണ്ടത്. ഞാൻ ഒരു അക്ഷരം മിണ്ടിയില്ല. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയി. ഇത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് ഇവരെന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, നീ തിരിച്ചു വാ, നീ ഇന്നും കൂടി ഓഫ് എടുക്ക്, നാളെ നീ തിരിച്ചു വന്ന് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് ഞാൻ വീണ്ടും തിരിച്ച് ചെന്ന് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാമിൽ എല്ലാത്തിലും 100% ഞാൻ പാസ്സായി. പക്ഷേ എങ്ങനെയാണെന്നുള്ളത് സത്യസന്ധമായിട്ട് ഇന്നും എനിക്കറിയാൻ പാടില്ല, എങ്ങനെയാണ് ഞാൻ ആ എക്സാമിന് പാസ്സായി. ഒത്തിരി എക്സാമുകൾ ഉണ്ടായിരുന്നു. ഈ എക്സാം എല്ലാം കഴിഞ്ഞ ദിവസം വീണ്ടും അവരെന്നെ റൂമിലേക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അവരെന്നോട് പറഞ്ഞു, നീ ഒരാൾ എങ്ങനെ 0-ൽ നിന്ന് 100-ലേക്ക് ഈ ഒരാഴ്ചയും കൊണ്ട് എത്തി എന്നുള്ളത് എനിക്കറിയില്ല, നീ എന്ത് മാജിക്കാണ് ഇവിടെ ചെയ്തതെന്നും എനിക്കറിയില്ല, ചിലപ്പോൾ നീ ഒരു സൈക്യാട്രിക് ഒരു പേഷ്യൻ്റ് ആയിരിക്കാം, പക്ഷേ എനിക്കിതൊരു മിറക്കിളാണ്, നീ ഈ സ്റ്റാഫിനെ എനിക്ക് വേണമെന്ന് അവർ എൻ്റെ പേപ്പറിൽ എഴുതി തന്നു. ഞാനത് എൻ്റെ വാർഡ് മുഴുവനും കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ എൻ്റെ കൂടെ ഒരു 10-30 വർഷമായിട്ട് 20 വർഷങ്ങളായിട്ടും ജോലി ചെയ്യുന്ന നമ്മുടെ മലയാളി ചേച്ചിമാരുണ്ട്. ഈ ചേച്ചിമാർ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ ഇത് എന്തോ അത്ഭുതമാണ്, കാരണം ഇവരുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ആൾക്കാരോട് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സോഫ്റ്റ് കോർണർ ഒരിക്കലും ഉണ്ടാവില്ല, ഇതെന്തോ ഒരു മിറക്കിളാണ് എന്ന് തന്നെ എല്ലാവരും പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കാശ് രൂപ അവരെ കാണിച്ചു കൊടുത്തു, കാരണം ഈ ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്, അതുകൊണ്ടാണ് ഇത് നടന്നത് എന്നുള്ളത് ഇപ്പോൾ ഞാനവിടെ സുന്ദരമായിട്ട് ജോലി ചെയ്ത് പോന്നു. ഇപ്പോൾ എനിക്ക് സാക്ഷ്യം പറയാനായിട്ടും പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിനായിട്ട് എനിക്കൊരു 5 ദിവസത്തെ ലീവ് വേണമായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, ഒരു 5 ദിവസം തരാമോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം അവർ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, എന്തായാലും നീ പോയിട്ട് വാ, ഞാൻ തരാം. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വന്നത് ഈ സാക്ഷ്യം പറയാൻ വേണ്ടി. പിന്നെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ അപ്പച്ചൻ നല്ലോണം മദ്യപിക്കണ ഒരാളായിരുന്നു. ഒത്തിരി നാളുകളായിട്ട് ഞങ്ങളൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ തുടങ്ങി നല്ലോണം മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അപ്പച്ചൻ. അപ്പോൾ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ അപ്പച്ചൻ്റെ മദ്യപാനം ഒന്ന് മാറ്റി തരണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ആൾ വിചാരിക്കും കുറച്ച് നാളത്തേക്ക് നിർത്തും, ഇത് കഴിഞ്ഞ് വീണ്ടും തുടങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. അങ്ങനെയായിരുന്നു. ഇത് കഴിഞ്ഞ് ഞാനിവിടെ ഉടമ്പടി എടുത്ത്, അപ്പോൾ ആദ്യമൊന്നും ഞാൻ അങ്ങനെയൊന്നും പാലിക്കത്തൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഉടമ്പടിയിൽ നല്ലോണം പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പച്ചൻ്റെ കാര്യം. അപ്പോൾ കുറച്ച് നാൾ നിർത്തിയ ആൾ വീണ്ടും മദ്യപിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഉടമ്പടിയിലാണ്. അപ്പോൾ ഞാനൊരു ദിവസം വീട്ടിലേക്ക് വിളിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മച്ചി എന്നോട് പറഞ്ഞു, ഒരു 2 ആഴ്ചയായിട്ട് അപ്പച്ചൻ പിന്നെയും മദ്യപിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം, കാരണം ഞാൻ ഈ അങ്കമാലിയിൽ നിന്ന് ആലപ്പുഴ വരെ ഈ ഒരു കാര്യം കേട്ടറിഞ്ഞ് ഈ ഒരു പള്ളിയിൽ വന്നിട്ട് ഞാൻ എഴുതിയൊരു കാര്യം നടക്കുന്നില്ല എന്നുള്ളത് എൻ്റെ വീട്ടുകാർക്കൊക്കെ അറിയാം, ഞാനിത് എഴുതിയിട്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് നടന്നില്ലെങ്കിൽ എനിക്കൊരു മോശംകേടാണ്, ഇത് മാതാവിനൊരു മോശംകേടാണ്, ഞാൻ ആദ്യമായിട്ടൊരു കാര്യം ചോദിച്ചിട്ട് എന്നുള്ള രീതിയിൽ ഞാൻ അന്ന് രാത്രി നല്ലോണം എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, എന്നെ നോക്കണ്ട, മക്കളെ ഞാൻ കിടത്തി ഉറക്കി. ഞാൻ അവിടെ ഇരുന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, എനിക്കൊരു അടയാളം ഇതിനു വേണ്ടി കാണിച്ചു തരണം, ഇതൊന്ന് മാറ്റി തരണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അന്ന് രാത്രി ഞാൻ പ്രാർത്ഥന എത്തിച്ച് ഞാൻ അവിടെ കിടന്നുറങ്ങി. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ 5 മണിയായപ്പോൾ എഴുന്നേറ്റ് മോളെ സ്കൂളിലേക്ക് വിടേണ്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. 6:40 ബസ് വന്നപ്പോൾ ഞാൻ അവളെ കയറ്റി വിടാനായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഒരു മുല്ലപ്പൂവിൻ്റെ മണം ഇവൾ കയറിപ്പോയി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ സ്കൂൾ ബസ്സിലൊക്കെ ആരാണ് ഈ മുല്ലപ്പൂവൊക്കെ ചൂടി, അതും ഈ രാവിലെയൊക്കെ പിള്ളേർ പോണത് എന്ന് വിചാരിക്കുകയാണ്. പക്ഷെ അതെനിക്ക് അറിയില്ലായിരുന്നു മാതാവിൻ്റെ ഒരു അടയാളമാണെന്നുള്ളത്. ഞാൻ വീട്ടിലേക്ക് വന്നു. ഞാൻ ആ സമയത്ത് വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ആരും ഫോൺ എടുക്കുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ആങ്ങളെന്നെ വിളിച്ച് ഞാൻ ചോദിച്ചു, വീട്ടിലേക്ക് വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അപ്പച്ചന് തീരെ പാടില്ല, ആശുപത്രിയിൽ കൊണ്ടുപോയേക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അപ്പച്ചന് ഒരാഴ്ച ആശുപത്രി കിടന്നു. അതോടുകൂടി ആ മദ്യപാനം നിർത്തി. പിന്നെ ഇന്ന് വരെ ആൾ മദ്യപിക്കുന്നില്ല. പിന്നെ
എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെ എപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു ജോലിയാണ്. ആൾ ഞങ്ങളുടെ കൂടെ തന്നെയാണുള്ളത് ദുബായിൽ. അപ്പോൾ ഭയങ്കര ഡ്യൂട്ടിയുടെ പ്രഷറും ഇരുന്നുള്ള ജോലി സാധ്യതകൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആൾക്ക് പൈൽസിൻ്റെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് മാറണം എന്നുള്ള രീതിയിൽ അപ്പോൾ ഒരു സർജറി പ്ലാൻ ചെയ്തു. അപ്പോൾ ഡോക്ടറെ കാണാനായിട്ട് സർജൻ്റെ അടുത്ത് ചെന്നപ്പോൾ സർജൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇത്രയും വലിയൊരു മരുന്ന് മാതാവിൻ്റെ ഉടമ്പടിത്തൈലം എൻ്റെ കയ്യിലിരുന്നിട്ട് എന്തിനാണ് ഞാൻ ഈ ഒരു സർജനെ കാണാൻ പോണേന്ന് ഒരു ദിവസം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ ഈ ഉടമ്പടിത്തൈലം തേച്ച് പ്രാർത്ഥിക്കാം, പക്ഷേ പപ്പ വിശ്വസിക്കണം, ഇത് എൻ്റെ കൈ കൊണ്ടാണ് ഇത് തേക്കണമെങ്കിൽ മാതാവാണ് ഇത് ചെയ്യണമെന്ന് പപ്പ വിശ്വസിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ശരി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി വയറ്റിലത് തേച്ചു. അതിപ്പോൾ ഒരു വർഷത്തോളം ഇന്ന് വരെ പപ്പയ്ക്ക് എൻ്റെ ഹസ്ബൻഡിന് ആ ഒരു ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ 3 സാക്ഷ്യങ്ങൾ. പിന്നെ ഇത്രയും ചെയ്തു തന്ന കൃപാസന മാതാവിന് ഒത്തിരി നന്ദി. എന്തോരം പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല, അത്രയും ഞാൻ നന്ദി പറയാണ്. അതായത് ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീടിൻ്റെ കാര്യങ്ങൾ ഇവിടെ നടന്നു പോയിരുന്നു. അപ്പോൾ വീടിൻ്റെ വെഞ്ചിരിപ്പും കാര്യങ്ങളൊക്കെ വരണ സമയത്തും നമുക്ക് ഭയങ്കര, അതായത് എല്ലാ കാര്യങ്ങളും നടന്നു പോവും. ഒരു കാര്യത്തിന് പോലും ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ അലൈനിലാണെങ്കിലും പുതിയൊരു വീട് കിട്ടാനായിട്ട് ഒത്തിരി ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്, അവിടെ റെൻറ്റ് കുറവിന് കിട്ടാനും. പക്ഷെ ഞങ്ങൾ ചെന്ന വഴിക്ക് തന്നെ ഞങ്ങൾക്ക് ഒരു വളരെ നല്ലൊരു വീട് തന്നെയാണ് മാതാവ് തന്ന് അനുഗ്രഹിച്ചത്. ഉപ്പിട്ട് പ്രാർത്ഥിക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാ. ആ ഒരു കാര്യം മാതാവിനോട് പറയാം. എന്ത് കാര്യത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും ഈ കാശ് രൂപം കയ്യിൽ മാലയമ്മ എപ്പോഴും ഉണ്ടാവും. അത് കൊണ്ടിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയും, ഇങ്ങനെ ഒരു കാര്യത്തിന് പോകാനിട്ട മാതാവേ നോക്കിക്കൊള്ളണം കേട്ടോ എന്ന് പറയുക. ആ ഒരു കാര്യം വളരെ ഭംഗിയായിട്ട് തീർത്തിട്ട് മാത്രമാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്താറുള്ളൂ, എന്തൊരു കാര്യത്തിന് പോയാലും. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങളിപ്പോൾ അവിടെ ആയതുകൊണ്ട് നമുക്ക് രോഗികളെ കാണാൻ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ സാമ്പത്തികമായിട്ട് എൻ്റെ അറിവിൽ ആരെങ്കിലും വരാണ് എന്നുണ്ടെങ്കിൽ, അവർ അർഹതപ്പെട്ടവരാണ് എന്ന് നമ്മൾ അന്വേഷിച്ച് അറിയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കാൻ ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. പിന്നെ അങ്ങനെയാണ് ചെയ്യണത്. പിന്നെ ഇപ്പം ഡ്യൂട്ടിക്ക് കയറിയ പിന്നെ അതായത് രോഗികളെ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ കെയർ ചെയ്യാൻ പറ്റുന്നോ അങ്ങനെയുള്ള രീതിയിൽ അവരെയും നോക്കുന്നു. ഇത്രയാണ് ഞാൻ ചെയ്തത്.